വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചപ്പോൾ ഇവരെല്ലാം 3 ദിവസം പട്ടിണിയും പച്ചവെള്ളം കുടിക്കാത്തവരെയും പോലെ നീടല്ലേ ഇതാണോ ശബ്ദം എന്നും പറഞ്ഞ് ഇതാണോ എനർജി ലെവൽ? ഇതാണോ എനർജി? ഇവിടെ വന്ന് ഇവിടെ കാലുകൾ ചേർത്ത് വയ്ക്കൂ, മൈക്ക് പിടിച്ചോ, ലോങ് ബ്രീത്ത് എടുക്കും. ഇനി ഈ ചത്തതുപോലെയല്ല, ഇത് പിടിച്ചോ, ഉറക്കെ 1 2 3 4 നല്ല ഉറക്കെ ബോൾഡായിട്ട് വായിച്ചോ. 1 2 3 4. Delhi is the capital of India. അത് കൊള്ളാം, അതാണ് എനർജി. ഒന്നുകൂടെ വായിച്ചോ. Delhi is the capital of India. അത് ആ പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മൈക്ക് അടുത്തും കടലാസ് അകറ്റിയും പിടിച്ച് വായിച്ചേ. 1 2 3 4. Delhi is the capital of India. വെരി ഗുഡ്. ഇനി തിരിച്ചായെങ്കിലോ? 1 2 3 4. Delhi is the capital of India. ഇനി ഇത് പിടിച്ചേ, വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു കവിത പോലെ വായിച്ചേ. 1 2 3 4. അതിലിങ്ങനെ ലയിച്ച് ഇൻവോൾവ് ചെയ്ത കടലാസിൽ ഹൃദയം കൊടുത്ത് കവിത പോലെ ലേക്ക് പോവും. 1 2 3 4. Delhi is the capital of India. അത് മറ്റേ കാക്കേ കൂടെ എവിടെ എന്ന് ചോദിക്കും പോലെ. ഇമാ മോളെ പിടിച്ചോ. 1 2 3 4. Delhi is the capital of India. Delhi is the capital of India. ഒരു മുദ്രാവാക്യം വിളിക്കും പോലെ വായിച്ചേ. Delhi is the capital of India. കവിത പോലെ വായിച്ചേ. Delhi is the capital of India. ചിരിച്ചുകൊണ്ട് വായിച്ചേ. Delhi is the capital of India. ഇനി നല്ല എനർജി ലെവൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. ആർദ്ര ഇവിടെ വന്നേ. എല്ലാവരും ഉറക്കം വായിച്ചാണ് തുടങ്ങിയത്. ആർദ്ര വളരെ ആർദ്രമായി വായിച്ചുകൊണ്ട് തുടങ്ങിക്കോ. 1 2 3 4. Delhi is the capital of India. വെരി ഗുഡ്. ഇനി ബോൾഡ് ആവാം. Delhi is the capital of India. ഇനി മുദ്രാവാക്യം വിളിക്കാം. Delhi is the capital of India. ഇനി കടലാസിൽ ലയിച്ച് ചേർന്നിട്ട് ഉച്ചത്തിൽ വായിക്കാം. Delhi is the capital of India. ഇനി 3 പേര് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. 1 2 3 4. Delhi is the capital of India. പണ്ട് അശ്വമേധം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, അത് മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ തെലുങ്കിലൊക്കെ ചെയ്തല്ലോ, ആ സമയത്തൊക്കെ ആളുകൾ പറയും, ഇപ്പോഴും പറയാറുണ്ട്, എനിക്ക് വലിയ ഓർമ്മശക്തിയാണ്. ഒന്നുമില്ല, 1.5 കോടി ആളുകളെ കുറിച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അറിഞ്ഞില്ലാത്ത 30 കോടി ആളുകൾ വേറെ കാണും ലോകത്തിൽ പ്രശസ്തർ. പക്ഷെ ഇപ്പം ഭയങ്കര മറവിയാണ്. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അങ്ങ് മറന്നു. നമ്മൾ വേറെ എന്തോ ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? വേറെ എന്തോ ഒരു അതാണ് താങ്ക് യു മുൻധാരണ. മുൻധാരണ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ തോൽക്കും. ശരിയായ അറിവ് നേടാൻ കഴിയില്ലെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് തെളിയിക്കണമെന്ന് ചോദിച്ചു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. വേണം എന്നാണോ പറഞ്ഞത്? ശരിയാ, വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, തെളിയിച്ചാൽ നിങ്ങൾ കാശ് തരുമെന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതെല്ലാം മറന്നിട്ടാണ് ഞാൻ ഇവരുടെ ജനറൽ നോളജ് പരിശോധിക്കാൻ പോയി. ഒന്നുകൂടെ വായിച്ചേ. 1 2 3 4. Delhi is the capital of India. ഒരു അഭിഭാഷക വിദ്യാർത്ഥിനി, ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, 96.3 അല്ലേ, 95.6 6% മാർക്കുകളോടെ +2 പാസ്സായ ഒരു എൻട്രൻസ് ആസ്പിറൻറ്റ്. 2 അഞ്ജനമാരും ഒരു ആർദ്രയും. ഞാൻ കൃത്യമായി എണ്ണി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങൾ വായിച്ചത് 3 തവണ കൂടെ കൂട്ടി 27, പിന്നെ അല്ലാതെ വായിച്ചത് 28 തവണ. ആദ്യത്തെ വാക്കെന്താ? Delhi. രണ്ടാമത്തെ വാക്ക് is the. ഞാൻ ഈ കടലാസിൽ എഴുതിയത് 1 തവണ പോലും ഇവർ വായിച്ചില്ല. 28 തവണ വായിച്ചു ഇവർ മൊത്തം. ഞാൻ ഈ കടലാസിൽ ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടേയില്ല. 28 തവണ ഇവർ വായിച്ചിട്ടും ഒരൊറ്റ തവണ പോലും ഒരു ചെറിയ വാചകം ശരിയായി വായിക്കാൻ പറ്റിയിട്ടില്ല ഇവർക്ക്. കാരണം ഞാൻ ഈ കടലാസിൽ എഴുതിയിരുന്നത് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ്. 28 തവണ വായിച്ചിട്ടും 1 തവണ പോലും ഇവർക്ക് വായിക്കാൻ കഴിയാത്തത്, ഇവർക്ക് വായിക്കാൻ അറിയാത്തത് കൊണ്ടല്ലല്ലോ ഈ മിടുക്കികൾക്ക്, അല്ല, മറിച്ച് ഒറ്റ ഉത്തരമേ ഉള്ളൂ, 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. 2, ഡൽഹി ഈസ് എന്നൊരു തെറ്റിയാൾ വരുത്തോ? ഒരിക്കലും വരുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. 2 മുൻധാരണകൾ, 2 പ്രിജുഡിസുകൾ ഉണ്ടായപ്പോൾ 1 തവണ പോലും ഈ കടലാസിൽ എഴുതിയിരുന്നതല്ല അവർ വായിച്ചത്, നിങ്ങളുടെ മനസ്സിൽ നേരത്തെ മുൻകൂറായി നിങ്ങൾ എഴുതിയിരുന്നത് വായിച്ചുകൊണ്ടേയിരുന്നു. ശരിയല്ലേ?
If prejudice never permits you to read a simple English sentence, how can you be a successful person? അല്ലേ? മുൻധാരണ ഉണ്ടെങ്കിൽ ഒരു വാചകം പോലും വായിക്കാൻ കഴിയില്ല. മുൻധാരണ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞ എൻ്റെ വാദം ഇതിനേക്കാൾ സിമ്പിളായി, ലളിതമായി ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുക? പക്ഷേ റോഡിൽ കേൾക്കുന്ന കയ്യടി തരുമെന്ന് വാഗ്ദാനം ചെയ്ത വഞ്ചകര